1450 കിലോമീറ്റർ ദൂരമുണ്ട്. അക്കാലത്ത് നടന്നു പോവുകയാണെങ്കിൽ മാസങ്ങളോളം എടുക്കുന്ന ഈ ദൂരമാണ് അള്ളാഹു ഒരൊറ്റ രാത്രിയുടെ ചെറിയ ഭാഗം കൊണ്ട് പ്രവാചകനെ സഞ്ചരിപ്പിച്ചത്. ഒരു രാത്രിയിൽ പ്രവാചകൻ തന്റെ പിതൃ സഹോദര പുത്രിയായ ഉമ്മുഹാനി ബിന്ത് അബി ത്വാലിബിന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരുന്നത്. യാത്രയുടെ തുടക്കമെന്നോണം മഹത്തായ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പായി പ്രവാചകന്റെ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. അനന്തരം കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ ബുറാഖ് എന്ന വാഹനം അവിടെ ഹാജരാക്കപ്പെട്ടു. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ വാഹനം പ്രവാചകനെ കണ്ട ആവേശത്തിൽ ഒന്ന് ഉലഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബുറാഖെ, അടങ്ങുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മികച്ച ഒരാളും ഇതുവരെ നിന്റെ പുറത്ത് കയറിയിട്ടില്ല. ഇത് കേട്ട ബുറാഖ് ശാന്തമാവുകയും പ്രവാചകൻ യാത്ര ആരംഭിക്കുകയും ചെയ്തു. കണ്ണെത്തുന്നിടത്തോളം ദൂരത്തേക്ക് ഒറ്റ കുതിപ്പിന് എത്തുന്നതായിരുന്നു അതിന്റെ വേഗത. മസ്ജിദുൽ അഖ്സയിൽ എത്തിയപ്പോൾ അവിടെ മുൻകാലത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു. അവിടെ വെച്ച് എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിച്ചു. പ്രവാചകന്മാരുടെ നായകൻ താനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ശേഷം പ്രവാചകൻ ആകാശലോകങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. ഓരോ ആകാശത്തിലും വെച്ച് മഹാന്മാരായ പ്രവാചകന്മാരെ അദ്ദേഹം കണ്ടുമുട്ടി. ഒന്നാം ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെയും, രണ്ടാം ആകാശത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെയും യഹ്യാ നബി അലൈഹിസ്സലാമിനെയും, മൂന്നാം ആകാശത്തിൽ സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിനെയും കണ്ടു. നാലാം ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും, അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും, ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും, ഏഴാം ആകാശത്തിൽ കഅബയുടെ ആകാശരൂപമായ ബൈത്തുൽ മഅമൂർ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും കണ്ടുമുട്ടി. ഓരോ ആകാശങ്ങളിലും വെച്ച് പ്രവാചകന്മാരെ കണ്ടുമുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സലാം ചൊല്ലി. അവർ നബിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആറാം ആകാശത്തിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ അദ്ദേഹം നബിയെ നോക്കി സന്തോഷത്തോടെ കരയുകയുണ്ടായി. തന്റെ ഉമ്മത്തിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു ഉമ്മത്തിന്റെ പ്രവാചകനെ കണ്ടതിലുള്ള സന്തോഷമായിരുന്നു അത്. ഏഴാം ആകാശത്തിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ സ്വാലിഹായ മകനും പ്രവാചകനും സ്വാഗതം എന്നാണ് അദ്ദേഹം അഭിവാദ്യം ചെയ്തത്. അവിടെ നിന്നും സൃഷ്ടികൾക്കപ്പുറമുള്ള അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയായി. വിശ്വാസികൾക്ക് സമ്മാനമായി 5 നേരം നമസ്കാരം ലഭിച്ചതും ഈ യാത്രയിലാണ്. അങ്ങനെ ആകാശലോകത്തെ വിസ്മയവും കാഴ്ചകൾക്കും അള്ളാഹുവുമായുള്ള അഭിമുഖത്തിനും ശേഷം പ്രഭാതത്തിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തിരിച്ചെത്തി. ഈ യാത്ര കേവലം ഒരു അത്ഭുതം മാത്രമായിരുന്നില്ല, മറിച്ച് സങ്കടങ്ങളിൽ തളർന്നുപോയ തന്റെ പ്രിയപ്പെട്ട ദാസന് അള്ളാഹു നൽകിയ ആലിംഗനമായിരുന്നു അത്. മനുഷ്യബുദ്ധിക്ക് അചിന്തനീയമായ ഈ യാത്രയെക്കുറിച്ച് കേട്ടപ്പോൾ പലരും സംശയിച്ചു. എന്നാൽ പ്രിയ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്തുനിന്ന് അള്ളാഹുവിന്റെ സന്ദേശം വരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് ഈ യാത്ര എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുക? സത്യവിശ്വാസിയുടെ